എൻ്റെ പറമ്പിൽ ഞാൻ നേരിട്ട് കണ്ട വലിയൊരു കരടിയാണ്. ചെറിയ കരടി എന്നല്ല, വലിയൊരു കരടി തന്നെയാണ്. തേനീച്ച കർഷകരെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ട് തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിക്കുക, തേനീച്ചകളെ കളയുക കർഷകരെ ദുരിതമാണ്. മലയോര മേഖലയിലെ ഭീതിയിലാഴ്ത്തി കരടി രൂക്ഷമാകുന്നു. പൂക്കോട്ടുപാടത്ത് വീണ്ടും കരടി എത്തി. ഓളാർവട്ടം തേൾപ്പാറ റോഡിലാണ് ഇത്തവണ കരടിയെ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും ജനവാസ പ്രദേശങ്ങളിൽ കരടിയെത്തിയത് ഭീതി പരത്തിയിരുന്നു. കഴിഞ്ഞ രാത്രി 8:45 ബൈക്ക് യാത്രികന് റോഡിൽ കരടിയെ കണ്ടത്. പഞ്ചായത്ത് അംഗം VK ബാലസുബ്രഹ്മണ്യന്റെ വീടിന് സമീപമാണ് സംഭവം. തുടർന്ന് ബാലസുബ്രഹ്മണ്യൻ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകി. ഞാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് TK കോളനി വാർഡ് മെമ്പർ VK ബാലസുബ്രഹ്മണ്യൻ. ഈ പ്രദേശത്ത് കരടിയുടെ ശല്യം ഭയങ്കരമായിട്ട് അതിരൂക്ഷമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ബാലസുബ്രഹ്മണ്യന്റെ പുരയിടത്തിലെ 5 തേനീച്ചപ്പെട്ടികൾ കഴിഞ്ഞ ദിവസമെത്തിയ കരടി നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് രാത്രിയായാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കരടി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഉന്നത വനം ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വെളുപ്പിന് 3 മണിക്ക് ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട്. എൻ്റെ പറമ്പിൽ ഞാൻ നേരിട്ട് കണ്ട വലിയൊരു കരടിയാണ്. ചെറിയ കരടി എന്നല്ല, വലിയൊരു കരടി തന്നെയാണ്. തേനീച്ച കർഷകരെ സംബന്ധിച്ചത് ഭയങ്കരമായിട്ട് തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിക്കുക, തേനീച്ചകളെ കളയുക കർഷകരെ ദുരിതമാണ്. അല്ലെങ്കിൽ തന്നെ നാണ്യവിളകൾക്കൊന്നും വില ഇല്ലാത്ത അവസരത്തിൽ കാലത്തിനനുസരിച്ച് തേനീച്ച കർഷകരുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനമാണ് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ച് നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ടാപ്പിങ്ങുകാർ. വേനൽക്കാലത്തൊക്കെ റബ്ബറിന് വിലയില്ല എങ്കിൽ പോലും അവരുടെ വില കിട്ടുന്നതിന് വേണ്ടി, പാൽ അധികം കിട്ടുന്നതിന് വേണ്ടി വെളുപ്പിന് 3 മണി 3:30 മണിക്കൊക്കെ 4 മണിക്ക് ടാപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി തോട്ടങ്ങളിലെത്തുകയാണ്. പക്ഷേ ആ സമയത്താണ് ഈ കരടിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് ഉള്ളത്. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243. അമരമ്പലം പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ TK കോളനി ആന്റണിക്കാട് ജനങ്ങളാണ് ആനക്കും പന്നിക്കും പുറമെ ഇപ്പോൾ കരടി ശല്യം മൂലം ഭീതിയിലായിരിക്കുന്നത്. കരടി ശല്യം കൃഷിയിടത്തിന് പുറമെ റോഡുകളിൽ കൂടി എത്തുന്നതിനാൽ ടൂറിസം മേഖല കൂടിയായ ഇവിടേക്ക് ജനങ്ങൾ എത്തുന്നത് ഭീതിയോട് കൂടിയാണ്. കഴിഞ്ഞ വർഷം വിറകു പെറുക്കാൻ പോയ ആളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. കരടി ശല്യം മൂലം തേനീച്ച കർഷകരും വലിയ പ്രതിസന്ധിയിലായി ആണ്. മേഖലയിലെ തേനീച്ച കർഷകരുടെ പെട്ടിയിൽ നിന്ന് തേൻ കുടിച്ച് പെട്ടി ഉൾപ്പെടെ നശിപ്പിച്ചാണ് കരടി പോകുന്നത്. റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ പുലർച്ചെ പോകുന്നവരും പ്രദേശത്തെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും കരടി ഭീതിയിലാണ് ഉള്ളത്. വന്യമൃഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്ന നടപടി സർക്കാരിൽ നിന്നും വനം വകുപ്പിൽ നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് തേൾപ്പാറ സെന്റ് മേരീസ് പള്ളി പാരിഷ് കൗൺസിൽ യോഗം കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു. പാട്ടക്കരിമ്പ്, പുഞ്ച, TK കോളനി, തേൾപ്പാറ, ഇപ്പോൾ തേൾപ്പാറയിൽ നിന്ന് വരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ കരടിയുടെ ശല്യം അതിരൂക്ഷമാണ്. ഇതിനെ പിടിക്കുന്നതിന് കഴിഞ്ഞ ദിവസമൊക്കെ TK കോളനിയിൽ വന്നിരുന്നു. ഇതുപോലെ തേനീച്ചപ്പെട്ടി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതുവരെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് ഈ കരടിയെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് വീണ്ടും ആദ്യമൊന്ന് പറഞ്ഞത് വീണ്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.